സലാം പറയുക എന്ന് വിശുദ്ധമായ ഹബീബുനാ റസൂലുള്ളാഹി റസൂൽ പറയുകയാണ് അൽ മുസ്ലിമ ഹഖുൽ മുസ്ലിമ ലാ യദ്ലിമു വലാ യുസ്ലമു ശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ മുസ്ലിമീങ്ങളായ കൂട്ടുകാര് അത് മനസ്സാകട്ടെ വന്യക്കാരനാവട്ടെ ചെറിയവനാവട്ടെ വലിയവനാവട്ടെ മുസ്ലിമാവട്ടെ ചെയ്യേണ്ട കടമകളുണ്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഒരു മുസ്ലിമായ മനുഷ്യനാണോ അവനെ ബുദ്ധിമുട്ടിക്കരുത്, വേദനിപ്പിക്കരുത്, ആക്രമിക്കരുത്, അവനെ ചീത്ത പറയരുത്, ബുദ്ധിന പറയരുത്, ദൈവത്ത് പറയരുത്, ദൈവത്ത് പറയരുത്, പരദോഷം പറയരുത്, ഉണ്ടതാകട്ടെ കുഞ്ഞാടതാകട്ടെ ഏതൊരു വിഷയമാണെങ്കിൽ ഒരു രീതിയിൽ മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ തങ്ങൾ പറയുന്നത് അവനോടുള്ള കടപ്പാടിന് ഒന്നാമത്തെ കടപ്പാടുണ്ടല്ലോ വേദനിപ്പിക്കരുത്, ബലപ്പെടുത്തരുത്, ഉപദ്രവിക്കരുത് എന്നിട്ട് റസൂൽ പറയുകയാണ് മുസ്ലിമായ മനുഷ്യന്റെ ആവശ്യം നിറവേറ്റി കൊടുത്ത എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോ വിഷമുണ്ടാകുമ്പോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോ കഷ്ടമുണ്ടാകുമ്പോ മുസ്ലിമായ മനുഷ്യന്റെ വിഷമം നീക്കിക്കൊടുത്ത മുസ്ലിമായ മനുഷ്യന്റെ പ്രയാസം നീക്കിക്കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർബതൻ മിൻ ഖുറബി ദുനിയാ ദുനിയാവുള്ള വിഷമുണ്ടല്ലോ ആരോടും പറയാത്ത ഒരാളോടും നമ്മുടെ വിഷമങ്ങൾ പറയാതെ മനസ്സുവെച്ച് വിഷമങ്ങളുണ്ടല്ലോ ഏകനായ സർവേശ്വരനായ ജഗന്നിയന്താവ് മാത്രം അറിയുന്ന ആ പ്രയാസമുണ്ടല്ലോ ആരും അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തീർത്തത് എന്നതാണ് ഹബീബുനാ റസൂലുള്ളാഹി മാത്രമല്ല അല്ലാഹു റസൂൽ പറയുകയാണ് വമാ ഫഅല അൻ മുസ്ലിമിന ഖുർബത അൻഹു ബിഹാ ഖുർബത മിൻ ഖുറബി യൗമിൽ ഖിയാമ ആകമാനുമില്ലാത്ത മനുഷ്യന് നമ്മൾ ലഭിച്ചു കൊടുത്തോ ഒരു മനുഷ്യന്റെ ഒരു സഹായം പോലും ഇല്ലാത്ത മനുഷ്യരെ നമ്മൾ ലഭിച്ചു കൊടുത്തോ അല്ലാത്ത പ്രയാസത്തിൽ നമ്മൾ നിൽക്കുമ്പോ അല്ലാത്ത വിഷമത്തിൽ നമ്മൾ നിൽക്കുമ്പോ ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമ്മളെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയാണ്, നല്ല രീതിയിൽ സഹായം നൽകുകയാണ്. അവരുടെ ആവശ്യങ്ങള് ദുനിയാവിലെ മുസ്ലിമിന്റെ ആവശ്യം നിറവേറ്റിയതുകൊണ്ട് ദുനിയാവിലെ മുസ്ലിമിന്റെ പ്രയാസം നീക്കിക്കൊടുത്തതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യരെ നമ്മൾ വേദനിക്കുമ്പോ സത്യമുണ്ടോ